Hello friends, welcome back to my YouTube channel. It's me Amrita Adul. അപ്പം ഇന്നൊരു ചെറിയ ലോങ് വീഡിയോ ആണ്. വേറെ ഒന്നല്ല, ഞങ്ങളിന്ന് ശ്രീനഗറിൽ നിന്ന് ശ്രീനഗറിൽ നിന്ന് നേരെ നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇൻ്റർ പറയുമ്പോൾ ചെറിയൊരു വിഷമവും കാര്യങ്ങളും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാനിനി ശ്രീനഗറിലോട്ടില്ല. ഇവിടെ നിന്ന് ശ്രീനഗറിനോട് ഗുഡ് ബൈ പറയാണ്. ഇനിയിപ്പം നെക്സ്റ്റ് പ്ലേസ് അവിടേക്ക് പോവാം, അല്ലാണ്ട് ഇനി ഇങ്ങോട്ടേക്കില്ല. എന്താ വെച്ചാൽ ഏകദേശം കണ്ടിട്ട് ഇവിടുത്തെ ഇത് കഴിയാനായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരാനായി. പിന്നെ ഞങ്ങളെ ക്വാർട്ടേഴ്സ് കഴിഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം പോകുമ്പം വിഷമത്തിന് എന്താ കാരണം വെച്ചാൽ ഇവിടെ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പിരിഞ്ഞു പോവല്ലേ, അപ്പം അതിൻ്റെ ഒരു ചെറിയ സങ്കടമുണ്ട്. ഇനി ഞങ്ങൾക്ക് കണ്ടുമുട്ടാൻ പറ്റുമോ അതാക്കൊന്നും അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ പലരും പല സ്ഥലത്തുള്ളതാണ്. എനിക്ക് വന്നു കഴിഞ്ഞിട്ട് സ്വന്തം, അതായത് ഞങ്ങൾക്ക് കോഴിക്കോടുള്ള ആൾക്കാരെ ആരെയും എനിക്ക് കിട്ടിയിട്ടില്ല. അതിലിപ്പോൾ ഒരാളെ കിട്ടിയിരുന്നു, കുറച്ച് കാലം ഉണ്ടായിരുന്നു. അവർ പോയി. എന്നാലും അവരെനിക്ക് തോന്നുന്നു ഇനിയും കാണാൻ പറ്റും, കോണ്ടാക്ട് ചെയ്താലും കാണാൻ പറ്റും തോന്നുന്നുണ്ട്. പക്ഷേ ബാക്കി എല്ലാവരും കേരളത്തിൻ്റെ എവിടേക്കൊക്കെയോ ഉള്ളവരാണ്. അധികം താഴെ സ്ഥലത്തേക്കാണ്, കൊല്ലം, പിന്നെ ആലപ്പുഴ. അപ്പോൾ ആടൊക്കെ നമ്മൾ കോഴിക്കോടും അവിടെ നമ്മൾ ഒരുപാട് ദൂരമുണ്ട്. പക്ഷേ നമുക്ക് വിചാരിച്ചാൽ കാണാം. എന്നാലും എല്ലാവർക്കും ഒരുപോലെ സമയം ഒത്തണമെങ്കിൽ കാണാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും മാക്സിമം ഞങ്ങൾ ശ്രമിക്കും. കാരണം അത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ടെൻഷന് സങ്കടമുണ്ട്. ഇനി ഇറങ്ങുമ്പോൾ ഒരു ചെറിയൊരു ഇതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഇപ്പം തന്നെ എന്തോ പോലെ എനിക്ക് പറയുമ്പോൾ. അപ്പം ശരി, അങ്ങനെ പറഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. അതിൻ്റെ മുന്നേ എല്ലാവരോടും ഒന്നും കൂടി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അമൃത അതുൽ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നത് ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടന്നാലോ. അപ്പോൾ ഇതാ ഞങ്ങളെ ലഗേജും കാര്യങ്ങളൊക്കെ കേട്ടോ, ഒക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊക്കെ എടുത്ത് വെച്ചതാണ്. കണ്ണേട്ടൻ ഒന്ന് യൂണിറ്റ് പോയതാണ്. കണ്ണേട്ടൻ്റെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവെക്കാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോയതാണ്. ഞങ്ങളിതാ ഫുള്ള് കാലിയായി. ഇതാ കണ്ടോ, ഫുള്ള് കാലിയാക്കി കട്ടനും കാര്യങ്ങളൊക്കെ അഴിച്ചു. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. പുറത്തെ കാലാവസ്ഥ ഉണ്ടോ, നല്ല തണുപ്പാണ്. ഇപ്പോൾ ഏകദേശം ടൈം 9 മണി കഴിഞ്ഞു, 9:15 എങ്ങാനായി. ഇപ്പം ഇവിടുത്തെ ഇത് വെതർ എത്ര വെച്ചാൽ -2 9 മണിയായി നേരം. ഒരു വെയിലും കാര്യങ്ങളൊന്നുമില്ല. ആലോചിച്ച് നോക്കണം, -2 നല്ല തണുപ്പാണ്. അങ്ങനെ പിന്നെ കുഞ്ഞാപ്പി അഞ്ജുവിൻ്റെ അടുത്താണുള്ളത്. കണ്ണടം വന്നിട്ട് കുഞ്ഞാപ്പീനെ പോയി കൂട്ടിക്കൊണ്ടുവരണം. പിന്നെ അതാ ഞങ്ങൾ ഫുള്ള് കാലി ചെയ്തു. കണ്ടോ, ക്വാർട്ടേഴ്സ് ഇതായിരുന്നു ഞങ്ങളുടെ ക്വാർട്ടേഴ്സ്. പിന്നെതാ ഞങ്ങൾ റൂം ഫുള്ള് കാലി. ഇത് കുഞ്ഞാപ്പീൻ്റെ ഡ്രോയിങ്സ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഈ 4 ചിത്രങ്ങൾ കണ്ടത്, അത് 4 എണ്ണം. ഇത് കുഞ്ഞാപ്പിൻ്റെ ഫേവറേറ്റ് ചിത്രങ്ങളാണ്. കാരണം അവൾ വരച്ചതല്ല, ഞാൻ വരച്ചതാണ്. പക്ഷേങ്കിൽ അവൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഇത് കുഞ്ഞാപ്പിയുടെ അച്ഛൻ, ഇത് കുഞ്ഞാപ്പി അമ്മ, ഇത് അഞ്ജു മാമി, അമല് മാമൻ, പിന്നെ രേഷു മാമി, ദീപു മാമൻ, അഭിലാഷ് മാമൻ, ആദുക്കുട്ടൻ, പിന്നെ കുഞ്ഞുവാവ, വൃന്ദ മാമി. ഇത് അവൾ പറഞ്ഞിട്ട് വരച്ചതാട്ടോ. ഇന്ന് ഈ ഫോട്ടോ നോക്കി ഇങ്ങനെ എല്ലാവരെയും പറയുകയും ചെയ്യും. അപ്പോൾ ഞാനൊരു ഓർമ്മയ്ക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാട്ടോ. അപ്പോൾ ഇതാ ഞാൻ റെഡി ആയിട്ട്, ഞങ്ങൾക്ക് 9 മണിക്ക് വണ്ടി വരും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ വന്ന് ലേറ്റ് ആയാലും കുഴപ്പമില്ല, കാരണം കണ്ണേട്ടൻ പോയി വരണം. ആ ഒരു ടൈമും കൂടി ഉണ്ട്. അപ്പോൾ ഇതാ ഞാൻ എന്താ റെഡിയായി നിൽക്കുകയാണ്. എല്ലാവരും റെഡിയായൊക്കെ നിന്നാണ്. പാക്ക് ചെയ്യും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് 5-ന് വിട്ടുന്നായിരുന്നു. അപ്പോൾ അതാ ഇപ്പോൾ ഞങ്ങളത് പോയി കഴിച്ചൊക്കെ വന്ന് നിൽക്കുക കേട്ടോ. ഫുള്ള് കാലി ചെയ്തു ഉണ്ടോ. ഇതുകൊണ്ട് 5 ഇതാ കുഞ്ഞാപ്പിനെയും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഹായ് പറ. ഇനി വായിലെന്താ കഴിച്ചോ? രേഷു ഹായ്.
ഞങ്ങൾ പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. വൃന്ദേച്ചിയോ അതും വന്ന്. കള്ളമടി ഞങ്ങള് പോന്നതിനുള്ള അവധി. അതും ഒരു ഹായ് പറ. ബൈ. ടാറ്റാ ടാറ്റാ. തന്നു. അവലിശ്വര ഹായ് ഹായ്. നിങ്ങൾ തണുക്കുന്നോ? ട്രൗസർ ഇട്ട് ഇറക്കും നിങ്ങക്ക്? ഇതിന്റെ അയൽവാസികളാട്ട രണ്ടുപേര്. സോറി, ഒന്ന് ഹഗ് ചെയ്യും മാമീനെ. എന്താ മാമി കൊടുക്ക? കരയുന്നില്ലല്ലോ അഞ്ചോ. എടുത്തില്ലേ ഐക്കാർഡും ബേസും മൊബൈൽ ഇങ്ങോട്ട് ഇരിക്കുന്ന അതല്ല ഞാനെന്നും ഓണന്ന് ഹായ് പറയുന്നത് കാണൂലടാ. ഞാനിത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. ഒരു പിടിക്കോ പിടിക്കൂലേന്ന് ലഗേജിലുണ്ടാ. അങ്ങനെതാ ഞങ്ങള് എയർപോർട്ടിൽ എത്തിട്ടോ. ഞാൻ ഇങ്ങോട്ടത് അങ്ങനെതാ ഞങ്ങൾ ഉള്ളോട്ട് കയറിട്ടോ. ഇനിയിപ്പോൾ ലഗേജൊക്കെ ഒന്ന് കൊടുക്കാനും ബോർഡിംഗ് പാസ് വാങ്ങിക്കാനൊക്കെ ഉണ്ട്. ഏകദേശം സമയം 10:30 ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് 12:40 ലേറ്റ് ആയിട്ടുണ്ട്. ഫ്ലൈറ്റ് 12:40 എത്തുള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ലഗേജൊക്കെ കൊടുക്കട്ടെ. ഇവിടെ സെക്യൂരിറ്റി കുറച്ച് കൂടുതലാണല്ലോ ഇപ്പോൾ. അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടിട്ടോ. ഞങ്ങൾക്ക് മൂന്നും വെവ്വേറെ സീറ്റുകളായിനെ. പക്ഷെ ഇപ്പോൾ എൻ്റെ വിൻഡോ സീറ്റ് ആയിരുന്നു. അത് ഒഴിവാക്കിയിട്ട് കുഞ്ഞാപ്പീൻ്റെതും ഞാനും ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് വന്ന്. കണ്ണേട്ടൻ വേറെയാട്ടോ. ഇനി രേഷ്മേച്ചൊക്കെ അവിടെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇതാ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ടോ. ഞങ്ങൾ സാധനമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അങ്ങനെതാ ഞങ്ങൾ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഗേറ്റ് 8 ആയിരുന്നു പറഞ്ഞത്. ഗേറ്റിൽ വന്നു. ഇപ്പോൾ ദാ ഞങ്ങളൊന്ന് ബാത്റൂമിലൊക്കെ വന്നു. ഫ്രഷൊക്കെ സെറ്റാക്കി അന്ന് റെഡി ആയതാണ്. ഇനി 12:40 1 മണിക്കൂർ ലേറ്റാണ്. ഞങ്ങൾ 11:55 ഉള്ളത് 11:40 ആയതായിരുന്നു. പിന്നെ ഇപ്പം അതൊന്നും കൂടി ലേറ്റായി. ഇപ്പം ടൈം പറയുന്നത് 12:40. അങ്ങനെ ഇനി അതിനുള്ള വെയിറ്റ്. ഞങ്ങൾ 2 മണി കഴിയും അവിടെ എത്താൻ. ഏശി ഇരിക്കുന്ന ഞാൻ നീക്കണ്ട. അഞ്ചു കരച്ചിൽ നിർത്തിയില്ലല്ലോ ചേച്ചിയെ. സീരിയൽ വല്ലതും കാണേക്കൂ. അവിടെ ആരാള്? ആദു. അതാ ആദ്യ വീട്ടിൽ പോയില്ലയോ? അതാരാണത്? അഭിലാഷേട്ടൻ കിടന്നുറങ്ങാണോ? ഇവരൊക്കെ കിടക്കുകയാണോ? അല്ല, ഞാൻ ബെഡ്റൂം സീൻ എടുക്കുക. വേഗം വേഗം. അഭിലാഷേട്ടനെ ഞാൻ വൈറലാക്കും. എന്തോ അഞ്ചു എന്താ പറഞ്ഞേ? ഇല്ലടാ ഞങ്ങള് ഗേറ്റിൽ നിൽക്കാം. അതുകൊണ്ടേ കണ്ണൻ ചേട്ടൻ വരും.
അണ്ണേട്ടാ കുഞ്ഞാപ്പി ബീച്ചേട്ടൻ്റെ അപ്പുറം പോയി. ഏ ബീച്ചേട്ടൻ അമ്മ മോനെ വീഡിയോ കോളിലൂടെ സംസാരിക്കുന്നേ. കുഞ്ഞാപ്പിയും കൂടെ പോയതാ. അത് അവിടെ എവിടെയാ നോക്കാം, അവിടെ എവിടെ ഉണ്ടാവും. കേക്കാൻ വയ്യ. ഗൈസ് ഞങ്ങൾക്ക് പണി കിട്ടി ഗൈസ്. പണി ഞങ്ങൾക്ക് 11:45 12 മണിയായിട്ട് ലേറ്റ് ആയതാണ്. അത് ഇപ്പോൾ 12:45 അതിപ്പോൾ മാറി 3:30 പിന്നെയും ലേറ്റാണ്. പറയണ്ട, ഒന്നായിട്ട് ലേറ്റായി. പക്ഷേ ചില ആൾക്കാരെ ഇതൊക്കെ ഫ്ലൈറ്റേ ക്യാൻസലാണ്. അത് വെച്ച് നോക്കുമ്പോൾ പിന്നെ ബെറ്റർ ആണെന്ന് നോക്കാം, ലേറ്റ് ആണെങ്കിലേ ആവുന്നുള്ളൂ എന്നുള്ളത്. ഞങ്ങൾ ഡൽഹി എത്താൻ ഏകദേശം ടൈം ഒരു എത്ര മണിയാവും? 5 മണി കഴിയും എന്തായാലും എത്താൻ. ഞാൻ ഹായ് പറ. ഗൈസ് ഞങ്ങൾ ആകെ പെട്ട് കുത്തിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ ഫ്ലൈറ്റ് കാണുന്ന 129 ഡിലേഡ് കാണുന്നില്ലേ, അതായിരുന്നു ഞങ്ങളേത്. അത് ഒരു പ്രാവശ്യം പറഞ്ഞ് ഡിലേ ആണ് 3:30 എടുക്കുമെന്ന് പറഞ്ഞതാണ്. പിന്നെ പെട്ടെന്നൊരു മെസ്സേജ് വന്നതാണ് ക്യാൻസൽഡ് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളെല്ലാം കൂടി പെട്ടു, എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുക. ഇപ്പോൾ പിന്നെ അവർ പറഞ്ഞ് ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ദാ ഞങ്ങൾ കണ്ണേട്ടനും ഞാനും കുഞ്ഞാപ്പിയും ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ണേട്ടൻ ഞങ്ങൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്നുമില്ല, ഒന്ന് ഫുഡ് വാങ്ങിച്ചു. കാരണം എന്താ വെച്ചാൽ എപ്പോഴും ഞങ്ങൾ എത്തുന്നു, എപ്പം ഫ്ലൈറ്റ് വരുമെന്നോ ഒരു ഉറപ്പില്ല. അപ്പോൾ എത്ര വെച്ചിട്ട് വെയിറ്റ് ചെയ്യിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളെന്താ ഫുഡ് എന്ന് പറയാൻ അങ്ങനെ കഴിച്ചില്ല, ജസ്റ്റ് ഒരു സ്നാക്സ് പോലത്തെ എന്താ വാങ്ങിച്ചിട്ടേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ലോഞ്ച് പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് നിന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഫ്ലൈറ്റിൻ്റേതൊരു തീരുമാനമായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. കാരണം അത്രയും ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും ഇതായിപ്പോയി. എന്താ പറയുക, ഫസ്റ്റ് ടൈം അങ്ങനത്തെ ഒരു അനുഭവം. ഇത്രയും ഡിലേ ആണെങ്കിൽ ഓക്കെ, അഥവാ ഞങ്ങളേത് ക്യാൻസൽ ആവുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നല്ല പണിയാണ് കിട്ടുക. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് 6 മണിക്കാണ് ഞങ്ങൾക്ക് രാജധാനി ഡൽഹിയിൽ നിന്ന്. അത് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകും. അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് നാട്ടിലേക്ക് വരണ ഫ്ലൈറ്റ് നോക്കിയിട്ട് ഫ്ലൈറ്റ് ഇല്ല. പിന്നെ ഇനിയിപ്പോൾ ട്രെയിനാണെങ്കിൽ ട്രെയിൻ ഇനിയും ലേറ്റ് ആവുകയുള്ളൂ. തക്കാലൊന്നും ടിക്കറ്റ് ഇല്ല. ഞങ്ങൾ ഇവിടുന്ന് നോക്കി വെക്കാം, തക്കാല ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് അഥവാ എങ്ങനെ ക്യാൻസലോ കാര്യങ്ങളോ ആവുകയാണെങ്കിൽ ഞങ്ങൾ ആകെപ്പെടും, ഒന്നായിട്ട് പെട്ടാൽ. ഇവിടുന്ന് ഞങ്ങൾ ശ്രീനഗറിൽ ബൈ റോഡ് പോയാലും ഡൽഹി എത്തി ഞങ്ങൾ ട്രെയിൻ കിട്ടില്ല. അപ്പോൾ എന്താക്കും എന്നറിയാതെ കൺഫ്യൂഷനിലിരിക്കുക. ഫ്ലൈറ്റ് ഉണ്ടായാൽ മതിയായിനോ എന്ന് പറഞ്ഞുള്ള ഒരു പ്രാർത്ഥന. ആകപ്പാടെ പെട്ട് വിശക്കുന്നുമുണ്ട്, ഭക്ഷണവും കഴിക്കാൻ തോന്നുന്നില്ല, ദേഷ്യവും വരിക, സങ്കടവും ആവുക. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ എന്താവുമെന്ന് നോക്കട്ടെ, എന്തായാലും കണ്ടറിയാം. ഒരാളിവിടെ ഒന്നും അറിയാണ്ട നല്ല കളിയിലാണ്. കുഞ്ഞപ്പി ഇങ്ങോട്ട് നോക്ക്, ഒന്ന് ചിരിക്കി. ഹായ്. അങ്ങനെതാ ഞങ്ങളൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകട്ടെ. രേഷ്മേച്ചി അവരും ഭക്ഷണം കഴിച്ച് വന്നു. ഇനി ഞാനും കുഞ്ഞാപ്പിയും കണ്ണേട്ടനോട് ഒന്ന് പോയി കഴിച്ചു വരാൻ വിചാരിച്ചു. ഞങ്ങൾക്ക് പിന്നെ ഇപ്പം വന്നു 4 മണിക്കാണ് ഫ്ലൈറ്റ്. ഇനിയും ടൈം ഒരുപാടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ട് വരട്ടെ, അല്ലെങ്കിൽ ഗ്യാസ് കയറി പണ്ടാറടങ്ങിപ്പോൾ. ഞങ്ങളിവിടെ കയറാൻ വിചാരിച്ചിട്ടോ. അങ്ങനെതാ ഞാനൊരു ഉത്തപ്പവും കണ്ണേട്ടൻ്റെ ഇഡ്ഡലി വടയും കോംബോയും വാങ്ങിച്ചിട്ടോ. പിന്നെ അതാ കോഫിയും ഉണ്ട്. കോഫി എനിക്കാണ്, കണ്ണേട്ടർ വേണ്ട പറഞ്ഞു. അപ്പോൾ അതാ ഇതാണ് ഞങ്ങൾ അന്നത്തെ ബസ്സണം. ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടോ. വന്നാരെയാണ് അറിയുന്നത് ലോഞ്ചിൽ നിന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പോയി കഴിക്കട്ടെ. ഫുഡ് മീൻസ് എന്തോ സ്നാക്സോ അങ്ങനെ എന്തോ കൊടുക്കുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും അതിന് പോകാൻ വേണ്ടി നിൽക്കുക. ഞങ്ങളിതാ ക്യൂവിലാണ് ഫുഡിനുള്ള. അങ്ങനെതാ ഞങ്ങൾ ഫൈനലി ഒരു കാപ്പിച്ചിനോയും മഫിൻസും കിട്ടിട്ടോ. മഫിൻസ് ബ്രൗണി മറന്നുപോയി. സത്യം ഇൻഡിഗോന്റെ കുറെ വീഡിയോസ് കണ്ടില്ല യൂട്യൂബില്. ഇൻഡിഗോന്റെ
അങ്ങനെ അതാ ഫൈനലി ബോർഡിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. അതാ പുറത്ത് കണ്ടോ, അതാ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാ ബോർഡിങ് തുടങ്ങിയിട്ടുണ്ട്. കുറേ തിരക്കൂട്ടുണ്ടല്ലോ. ലാസ്റ്റിലേക്ക് പോകാൻ വിചാരിച്ചിട്ടാണ്. അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. ഓക്കെ, ഈ ഫ്ലൈറ്റ് ആട്ടോ ഞങ്ങൾ സ്പൈസ് ജെറ്റ് ഫസ്റ്റ് ടൈമാണ്. वीडियो वगैरह की हर बार तो वही देखना है. To make travel more convenient, the Government of India has introduced several initiatives. Digi Yatra is one such initiative that enables അങ്ങനെ ഞങ്ങൾ ഡൽഹി എത്തിയിട്ടുണ്ട്. ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞങ്ങളിവിടെ ലാൻഡായി 5:45 ലാൻഡാവാൻ നേരം. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഫൈനലി ഡൽഹി എത്തിച്ചേർന്നിട്ട് ലാൻഡ് ചെയ്തതിന് ബസ്സിന് വേണ്ടി നോക്കുകയാണ്. ഇതാണ് ഞങ്ങളെ ഫ്ലൈറ്റ്. അങ്ങനെ ആ ബസ് വന്ന് ഞങ്ങൾ അതിലേക്ക് കയറാൻ പോവുകയാണ്. ഫസ്റ്റ് ബസ് തിരക്കായതുകൊണ്ട് കയറിയില്ല, അടുത്തേൽ കയറാൻ പോവാണ്. അങ്ങനെ ഇതാ ഗൈസ് ഞങ്ങൾ ഇവിടെ ബാഗേജ് എടുക്കാൻ വന്നിട്ടുണ്ട്. ബെൽറ്റ് നമ്പർ 5 ഞങ്ങളിതാ അങ്ങോട്ടേക്ക് പോവുക കേട്ടോ. ഉള്ളിൽ കയറി അങ്ങനെ ഞങ്ങൾ ട്രോളി എടുത്ത് ഇതാ 5 പോവുക കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് 5. അങ്ങനെ ഫൈനലി ഞങ്ങൾ ലഗേജൊക്കെ കിട്ടിട്ടോ. ലഗേജൊക്കെ കൊണ്ട് ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി ടാക്സി നോക്കുകയാണ്. തക്കോട് വണ്ടിയിൽ കയറി വരികയാണ്. ഗൈസ് അപ്പം ഞങ്ങളിതാ റൂമിലെത്തിയിട്ടുണ്ട്. ഞാൻ കാറിൽ കയറിയതും മറ്റൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ആകെ ടയേർഡായിരുന്നു. കാരണം ഞങ്ങൾ ടൈമിനല്ല ഭക്ഷണം കഴിച്ചത്. ഒന്നാമത്തെ പ്രശ്നം അത്. പിന്നെ എല്ലാവർക്കും ക്ഷീണമായി, ഒന്നായിട്ട് വയ്യാതെ ആയിരുന്നു. അപ്പം ഞാൻ എടുത്തിട്ടില്ല. അപ്പം ഞങ്ങളിതാ റൂമിലെത്തിയിട്ടുണ്ട്. ഇനി ഒന്ന് ഞങ്ങൾക്ക് ഫ്രഷായിട്ട് പുറത്ത് പോയിട്ട് ഫുഡും കൂടി കഴിക്കണം. അപ്പം ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ശരി, ബൈ.